നമുക്ക് അക്രമ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ നിന്നാണ് തുടങ്ങാനുള്ളത്. ഈ 10 വിഷയങ്ങളിലേക്കും നമ്മൾ പോകും. ഏതൊക്കെ മണ്ഡലങ്ങളെയാണ് അത് സ്വാധീനിക്കുക, ഏതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് അതിൻ്റെ ഗുണവും ദോഷവും കിട്ടും എന്നതിൻ്റെ സൂചനകളുണ്ട് എന്നതൊക്കെ പരിശോധിച്ച് സമഗ്രമായിട്ടായിരിക്കും ഞങ്ങൾ പോവുക. അതിനുവേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് അപർണ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. അപർണ, അക്രമ രാഷ്ട്രീയം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായിരിക്കും എന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം വിവിധ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവനകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ കരുതിയിരുന്നു. പിന്നീട് പല വിഷയങ്ങൾ വന്നു മാറി. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമൊന്നും അല്ലാതായി മാറി. പക്ഷേ എങ്കിലും നമ്മളൊരു 10 കാര്യങ്ങൾ എടുത്താൽ അതിനകത്ത് ഈ അക്രമ രാഷ്ട്രീയം എന്ന സംഗതി എപ്പോഴുമുണ്ട്, കേരളത്തിൽ എപ്പോഴുമുണ്ട്. അതിൻ്റെ വോട്ട് ആർക്കൊക്കെ അനുകൂലമായിട്ട് വരും, വോട്ടിനെ എങ്ങനെയാണ് സ്വാധീനിക്കുക എന്നതൊക്കെ വേറൊരു കാര്യമാണ്. പക്ഷേ എങ്കിൽ തന്നെയും അക്രമ രാഷ്ട്രീയം എന്നത് എപ്പോഴും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു വിഷയമായിട്ട്, ഒരു കാര്യമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ മണ്ഡലങ്ങളിലായിരിക്കും അവ സ്വാധീനമാവുക, നമ്മുടെ കൈവശമുള്ള വിവരങ്ങൾ എന്ത്? തീർച്ചയായും സനീഷ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ കാലത്തും അക്രമ രാഷ്ട്രീയം സജീവ ചർച്ച തന്നെയായിരുന്നു. പക്ഷെ ഇത്തവണ അക്രമ രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു പ്രചാരണ വിഷയങ്ങളിൽ ഏറ്റവും അവസാനമായിട്ടാണ് എത്തുന്നത്. അത് തന്നെ അവസാന ലാപ്പിന് അല്പം മുൻപ് വടകരയിൽ പി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക, ഒപ്പം കാസർഗോഡ് പെരിയ കൊലപാതകം നടക്കുക. ആ സമയത്ത് ഇടതുമുന്നണിയുടെ പ്രചാരണ ജാഥ തുടങ്ങുന്ന ആ സമയത്താണ് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും സജീവ ചർച്ചയാകുന്ന അക്രമ രാഷ്ട്രീയം മറ്റ് പ്രചാരണ വിഷയങ്ങൾക്കൊപ്പം, കത്തിക്കാളുന്ന മറ്റ് പ്രചാരണ വിഷയങ്ങൾക്കൊപ്പം വീണ്ടും ഇടം പിടിച്ചിട്ടുള്ളത്. സ്റ്റാർ ഫൈറ്റ് നടക്കുന്ന ചില മണ്ഡലങ്ങളിൽ അത് സജീവ ചർച്ചയാണ് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പ്രധാനമായിട്ടും വടകരയിൽ അക്രമ രാഷ്ട്രീയം ചർച്ചയാകുന്നു. കോഴിക്കോടും കണ്ണൂരും അക്രമ രാഷ്ട്രീയം എത്രത്തോളം ചർച്ചയാക്കപ്പെടുന്നുണ്ട് വോട്ടർമാർക്കിടയിൽ എന്ന് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കാസർഗോഡ് മണ്ഡലത്തിലും അക്രമ രാഷ്ട്രീയം CPM-നെതിരെ UDF-ഉം അതോടൊപ്പം NDA-യും പ്രചാരണായുധമാക്കി മാറ്റുമ്പോൾ ഇടത് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇടതുപക്ഷം. വിവാദ പരാമർശങ്ങളിലേക്ക് പോകുകയുമുണ്ടായി. അക്രമ രാഷ്ട്രീയം സജീവ ചർച്ചയായി വന്ന സമയങ്ങളിൽ അതിൽ പ്രധാനമായും സംഭവിച്ചത് വടകരയിലെ CPM സ്ഥാനാർത്ഥി പി ജയരാജൻ നടത്തിയ പരാമർശമായിരുന്നു. പി ജയരാജൻ നടത്തിയ പരാമർശമായിരുന്നു ആദ്യം. കാരണം പാർട്ടി പരിശോധിച്ച് അതെല്ലാം തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ കോടതിക്ക് മുമ്പിലാണല്ലോ ഞാനിപ്പോൾ. CPM എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബാനറിൽ ഞാൻ മത്സരിക്കുന്നു. ഞാൻ ആരാണെന്ന് പ്രബുദ്ധമായിട്ടുള്ള കേരളത്തിന് കൃത്യമായിട്ട് അറിയാം. എന്നാൽ അതേസമയം പി ജയരാജനെ കൊലയാളി എന്ന് വിളിച്ചുകൊണ്ട് RNP പരസ്യമായി കൊലയാളി എന്ന് വിളിച്ചുകൊണ്ട് RNP രംഗത്ത് വരികയും ചെയ്തു. അത് കാരണം KK രമയ്ക്ക് കോടതി കയറേണ്ടതായും വന്നു. രമയുടെ പരാമർശത്തിലേക്ക് കൂടി. കൊലപാതകത്തിലുൾപ്പെടെ ബന്ധപ്പെട്ട ആളാണ് വടകരയിൽ സ്ഥാനാർത്ഥി. അതുകൊണ്ട് അതിനാണ് പ്രാധാന്യം. വടകരയിൽ ഒരു കൊലയാളി ജയിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ട് ജയരാജനെതിരെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ കേരളത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും പൊതുസമൂഹത്തിലെ മുഴുവൻ ആളുകളും സ്വീകരിക്കേണ്ടത്. ഒരു കൊലയാളി ജയിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. ഇത് RNP മാത്രമല്ല BJP-യും അക്രമ രാഷ്ട്രീയം കൃത്യമായി വിഷയമാക്കി. കണ്ണൂരിനെ കുറിച്ച് അറിയുന്നത് തന്നെ അക്രമ രാഷ്ട്രീയത്തിന്റെ ലേബലിലാണെന്നാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പ്രസംഗിക്കുകയും ചെയ്തത്. അതിലേക്ക് you say the name of that district gives a sense of unease, worry, anxiety and fear only because over the decades in this state which is otherwise called God's own country, only violence is perpetrated, people are killed because they believe in a different ideology. സനീഷ, അങ്ങനെ തന്നെ അവസാന ലാപ്പിൽ ഏത് രീതിയിലാണ് അക്രമ രാഷ്ട്രീയം പ്രചാരണ വിഷയമായതെന്ന് സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പിലും സജീവ ചർച്ചയായിരുന്നു. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനമായി രാഹുൽ ഘടകത്തെ പോലെ തന്നെ അവസാനമായി കടന്നു കൂടിയ ഒരു വിഷയമാണ് അക്രമ രാഷ്ട്രീയം, അല്ലെങ്കിൽ സജീവ ചർച്ചയായ വിഷയമാണ് അക്രമ രാഷ്ട്രീയം. പ്രത്യേകിച്ചും മലബാറിലെ മണ്ഡലങ്ങളിലാണ് ഇത് പ്രതിഫലിക്കാൻ പോകുന്നതും എന്നുമാണ് എൻ്റെ ഒരു നിരീക്ഷണം.
ശരി അപർണ, ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരുപക്ഷെ ആ മണ്ഡലത്തിനകത്ത് നിന്ന് തന്നെയുള്ള വിവരങ്ങളാണല്ലോ കൂടുതലായിട്ടും ലഭിക്കേണ്ടത്. ഒരുപക്ഷെ പുറത്ത് ഈ പറയുന്ന ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം കണ്ണൂരിനെ അല്ലെങ്കിൽ ആ മേഖലയിലെ അക്രമ രാഷ്ട്രീയത്തെ, രാഷ്ട്രീയ കൊലപാതകങ്ങളെ പ്രധാനപ്പെട്ട വിഷയമായി ചിത്രീകരിക്കുമ്പോഴും ഈ പറയുന്ന അതുമായി ബന്ധപ്പെട്ട മണ്ഡലങ്ങളിൽ അതെങ്ങനെയാണ് ഗ്രൗണ്ടിൽ പ്രതിഫലിക്കുക എന്ന കാര്യം കൂടെ നമ്മൾ പോരാട്ട വേദിയിൽ പ്രതിഫലിക്കുക എന്ന കാര്യം കൂടെ നോക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങളിൽ 10-40 ദിവസമായിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ റിപ്പോർട്ടർമാരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ അശ്വിൻ വല്ലത്ത് അവിടെ നിന്ന് നമ്മുടെ വിവരങ്ങളുമായിട്ട് ചേരും. അശ്വിനി, വടകരയിലെ പി ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അക്രമ രാഷ്ട്രീയം എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കും കേരളമാകെ തന്നെയും എന്നതിനുള്ള തെളിവായിട്ട് മുന്നോട്ട് വെക്കപ്പെട്ടത്. അദ്ദേഹം ഒരുപാട് കേസുകളിൽ, അതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ആരോപണ വിധേയനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയും രാജ്യം മുഴുവൻ, കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ സാധാരണഗതിയിൽ നമ്മുടെ മുന്നിലൊരു വിഷയം ഈ അതാത് മണ്ഡലങ്ങളിൽ അതത്ര വലിയ വിഷയമായിട്ട് വരാറില്ല എന്നതാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന ഒരു ചിത്രം എന്താണ്? അക്രമ രാഷ്ട്രീയവും രാഷ്ട്രീയ കൊലപാതകങ്ങളും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF ഒരു പ്രധാന വിഷയമായി ഉന്നയിക്കുന്നത്. അതിന് ഒരു പ്രധാന കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് മാത്രം സംഭവിച്ച പെരിയ ഇരട്ട കൊലപാതകവും തുടർന്ന് ഈ അക്രമ രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കുമെതിരെ പൊതുജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു പൊതുബോധവുമാണ്. ഇതിനോട് ബന്ധപ്പെടുത്തി തന്നെ ഷുക്കൂർ, ഷുഹൈബ് ബോധങ്ങളും അതേപോലെ തന്നെ TP കൊലക്കേസും എല്ലാം UDF ഉയർത്തി കാണിക്കുന്നുണ്ട്. വടകരയിൽ പി ജയരാജൻ സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടിയാണ് ഈ വടക്കൻ മേഖലയിൽ ഏതാണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ വലിയ ചർച്ചയായി മാറുന്നത്. ഇതിൻ്റെ ഒരു ആഘാതം എത്രത്തോളം ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാസർഗോഡ്, കണ്ണൂർ, അതുപോലെ വടകര മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നത്. ഇതിൽ വടകരയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്ത മണ്ഡലം വടകരയാണ്. ഈ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പി ജയരാജന് TP കേസുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണം മുന്നോട്ട് വെച്ചുകൊണ്ട് RMP നേരിട്ട് മത്സരിക്കാതെ, RMP രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നത്. അവർ നേരിട്ട് UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. അത്തരത്തിൽ RMPയും കോൺഗ്രസുമെല്ലാം തന്നെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രക്തസാക്ഷി സംഗമങ്ങൾ സംഘടിപ്പിക്കുക, അത്തരത്തിൽ ഇനി രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ള ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി കൊണ്ടുവരിക, ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പി ജയരാജനെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായി പി ജയരാജനെ അവതരിപ്പിച്ചുകൊണ്ടാണ് LDF ഇതിന് മറുപടി പറയുന്നത്. പി ജയരാജൻ്റെ ശരീരം തന്നെയാണ് അവർ അതിന് ഒരു ആയുധമായി ഉപയോഗിക്കുന്നത്. പി ജയരാജൻ RSSൻ്റെ അക്രമത്തിൻ്റെ ഇരയാണ്. അത്തരം ഒരു ഇരയാണ് വടകരയിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്രമ രാഷ്ട്രീയത്തിനെതിരായ വിധിയെഴുത്ത് ജയരാജന് വേണ്ടി വേണം എന്നുള്ള തരത്തിൽ LDF ക്യാമ്പയിൻ നടത്തുന്നു. ഈ കാര്യത്തിൽ പെരിയ ഇരട്ട കൊലപാതകം തൊട്ട് ഉള്ള ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഏതാണ്ട് വ്യക്തമായിരുന്നു UDF ഒരു പ്രധാന വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ഉയർത്തി കാണിക്കും. പക്ഷേ ഈ 3 മണ്ഡലങ്ങളിലൊഴിച്ച് മറ്റ് മണ്ഡലങ്ങളിലേക്ക് രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാക്കുന്നതിൽ UDF വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇതിൻ്റെ ഒരു അനുരണങ്ങൾ ഏതാണ്ട് കോഴിക്കോട് വരെ ഒക്കെ നീണ്ടേക്കാം. അതിനപ്പുറത്തേക്ക് വലിയൊരു ശരി, നന്ദി അശ്വിൻ അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയതിന്. നമുക്ക് രാജീവ്, ഇവിടെ ഞാൻ ആ മേഖലയിൽ നിന്നുള്ള ഒരാളാണ്. ഈ വലിയ അക്രമ രാഷ്ട്രീയങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ സംഭവിക്കുന്ന കാലത്തും പോളിംഗ് ശതമാനത്തെ പോലും അത് വലിയ തോതിൽ ബാധിക്കാറില്ല എന്നാണ് അവിടുത്തെ ഒരു ചിത്രം. അതായത് തെരഞ്ഞെടുപ്പ് അതിൻ്റെ വഴിക്ക് നടക്കും, പ്രചാരണ വിഷയമായിട്ടുണ്ടാകാറുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ പുറത്തെല്ലാം വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണങ്ങൾക്ക് ഇത് വിഷയമാകുമ്പോഴും അക്രമ രാഷ്ട്രീയം വോട്ടിങ്ങിനെയോ അതിന് വലിയ തോതിൽ ഫലത്തെയോ സ്വാധീനിക്കാറില്ല എന്ന് വേണമെങ്കിൽ കാണാവുന്ന സാഹചര്യമുണ്ട്. ഇത്തവണ അതിൽ നിന്ന് മറികടന്നുള്ള ഒരു മുന്നോട്ട് പോക്കുണ്ടാകും ഈ വിഷയത്തിന് എന്ന് വിചാരിക്കുന്നുണ്ടോ? സനീഷ്, അങ്ങനെയുള്ള ചില സൂചനകളാണ് കാണുന്നത്. ഇപ്പോൾ അക്രമ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോൾ കേരളം ചർച്ച ചെയ്ത ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലപാതകം ഏതാണ്? TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകമാണ്. TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷം നടന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം നന്നായി കുറഞ്ഞു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഭൂരിപക്ഷം നന്നായി കുറഞ്ഞു, 3000 കഷ്ടിച്ച് കടന്നുകൂടി, 3000 വോട്ട്. എന്നാൽ RMPയുടെ സ്ഥാനാർത്ഥി അവിടെ ഒരു 17,000 വോട്ട് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിന് മുൻപ് TP ചന്ദ്രശേഖരൻ നേരിട്ട് മത്സരിച്ചപ്പോൾ 20,000 വോട്ട്, അത് 17,000 കുറഞ്ഞു. പക്ഷേ ഇതിപ്പോൾ അതിനപ്പുറം രാഷ്ട്രീയമായിട്ടുള്ള ഞങ്ങളെ ആക്രമിച്ചതുകൊണ്ട് തിരിച്ച് അടിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് CPM എപ്പോഴും പറയുന്നതും മറുപക്ഷത്തുള്ളവർ പറയുന്നത്. അതിനപ്പുറമുള്ളൊരു വൈകാരിക പ്രശ്നമായിട്ട് ചിലയിടത്തെങ്കിലും ഇത് മാറിയോ? വടകര മണ്ഡലത്തിൽ ഇപ്പോൾ ഷുഹൈബിൻ്റെ കൊലപാതകം, പി ജയരാജനെതിരെ വരുന്ന ആരോപണം, അതുപോലെ
കാസർഗോഡ് മണ്ഡലത്തിൽ പെരിയയിൽ 2 കോൺഗ്രസ്സുകാർ കൊല്ലപ്പെട്ടത്, അതിൽ തന്നെ 24 വയസ്സുകാരൻ കൃപേഷിന്റെ കൊലപാതകം, അത് അവിടെ ഒരു വൈകാരിക പ്രശ്നമായി മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കൃപേഷിന് അവിടെ വീട് വെച്ചു കൊടുത്തു. എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബീഡിന്റെ നേതൃത്വത്തിലാണ് വീട് വെച്ചു കൊടുത്തത്. ആ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് പോലും ഒരു രാഷ്ട്രീയ പ്രചാരണമായി മാറിയോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറി എന്നുള്ളത് കാണാതിരിക്കാൻ കഴിയില്ല. അത് പല അമ്മമാരിലും അല്ലെങ്കിൽ കാസർഗോഡുകാരിൽ പലരിലും ഒരു വൈകാരിക പ്രശ്നമായി മാറിയിട്ടുണ്ട്. അത് വോട്ടിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്. അത് സാധാരണ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് അപ്പുറമുള്ള ഒരു വൈകാരിക കാരണമായി ഒരുപക്ഷെ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ അക്രമ രാഷ്ട്രീയം നമ്മൾ കാണുന്നത്, കേരളത്തിൽ അക്രമ രാഷ്ട്രീയം നമ്മൾ കാണുന്നത് BJPയും അല്ലെങ്കിൽ RSSും CPM ഒരു ഭാഗത്ത് RSSും ഒരു ഭാഗത്ത് CPM അല്ലെങ്കിൽ ഇത് മാറി ഇത്തവണ അതിൽ നിന്നൊരു മാറ്റം വന്നിട്ട് കോൺഗ്രസിന്റെ ഇതിന് രണ്ടിൻ്റെയും ഫലം എല്ലാ കാലത്തും ഗുണഭോക്താവായിരുന്നു കോൺഗ്രസ്. ആ കോൺഗ്രസിലേക്കുള്ള ആക്രമണം വന്നതോടെ അതാണ് ഇപ്പോൾ കാസർഗോഡ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന സർവേ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന കാസർഗോഡിൽ കോൺഗ്രസിനൊരു മുന്നേറ്റം ഉണ്ടാകുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു പക്ഷേ ജയിക്കും എന്നുള്ള ഒരു പ്രചാരണം വരുന്നതിന് കാരണം തന്നെ ഇത്തരം ഒരു വികാരം അവിടുത്തെ വോട്ടർമാരിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ കണ്ണൂരിൽ ആയിരുന്നു ഈ അക്രമ രാഷ്ട്രീയം കണ്ണൂരിനെയും ഒരു പക്ഷേ വടകരയും വരെ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് കാസർഗോഡേക്കും എത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ആ വടക്കൻ മേഖലയിലെ പൊതുവെ ഈ ഒരു അക്രമ രാഷ്ട്രീയം ഒരു വലിയ ഒരു പ്രചാരണ ആയുധമായി തന്നെ മാറിയിരിക്കുന്നു. നേരത്തെ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ പക്ഷേ അത് തെക്കോട്ട് വരുമ്പോൾ എങ്ങനെയാകും എന്നുള്ളത് സംബന്ധിച്ച് അത് വലിയ കാര്യമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയില്ല. കോൺഗ്രസ് ഇതിൽ നിന്നും ഗുണം കൊയ്യാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ ശ്രമം. രാജീവ് ചൂണ്ടിക്കാട്ടിയതുപോലെ കൃപേഷിന് വീട് വെച്ച് നൽകിയത്, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രചാരണങ്ങളെല്ലാം തന്നെ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു വലിയ സന്ദേശം കോൺഗ്രസ് നൽകാൻ ശ്രമിക്കുന്നുമുണ്ട്. അത് ഈ ഒരു അക്രമ രാഷ്ട്രീയം എന്നുള്ള വിഷയം പ്രത്യേകിച്ച് ജയരാജൻ കൂടി മത്സരിക്കാൻ ഇറങ്ങിയതോടെ ഇത് ജയരാജന് ഉള്ള ഒരു പ്രതിസന്ധി, കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം മാത്രമല്ല ജയരാജൻ്റെ പ്രതിസന്ധി, ഇതിനെല്ലാം പിന്നിൽ ജയരാജനാണ് എന്നുള്ളൊരു പ്രചാരണം വളരെ ശക്തമാണ്. അതും കൂടി വരുമ്പോഴാണ് ഇത്ര ശക്തമായി വടക്കൻ മേഖലയിൽ ഈ അക്രമ രാഷ്ട്രീയം ഒരു വിഷയം. 2 കാര്യങ്ങളുണ്ടാകാം. ഒന്ന് ഈ പറയുന്നതുപോലെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഒന്ന് കാലം മാറിയിട്ടുണ്ട് വല്ലാത്ത തോതിൽ. ഇത് ദൃശ്യങ്ങളടക്കം ഈ പറയുന്ന ഏറ്റവും സൂക്ഷ്മമായുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ മുന്നിലേക്കും വളരെ പെട്ടെന്ന് എത്തുന്ന സാഹചര്യങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഈ കാലം മാറിയത്. രണ്ടാമത്തെ കാര്യം, ഇത് സംബന്ധിച്ചുള്ള ആളുകളുടെ ഒരു അവബോധം ഇത് സംബന്ധിച്ചുണ്ടായത്. ഈ പറയുന്ന ശ്രീലാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ഇതിലെ ഘടകകക്ഷികളായിരുന്ന BJP CPM അത് അവരുടെ കാര്യമെന്ന് പറഞ്ഞ് മാറ്റിയിരുന്നിടത്ത് താരതമ്യേന ഈ പേരില്ലാത്ത ചീത്തപ്പേരില്ലാത്ത കുറഞ്ഞ കോൺഗ്രസ്സുകാരെ കൊന്നുകളയുന്നു എന്നൊരു ആക്ഷേപം. ഈ 2 കാര്യങ്ങൾ വരികയാണ്. അങ്ങനെ തന്നെയാണ് ഈയിടക്ക്. അതായത് ഈ അക്രമ രാഷ്ട്രീയം എന്നതൊരു പൊളിറ്റിക്കൽ വിഷയമായിട്ട് മാധ്യമങ്ങളടക്കമുള്ള വലിയ സജീവമായി കൊണ്ടുവന്ന കാലത്ത് ആ കാലത്തിന് ശേഷം കോൺഗ്രസ് ഒരു കക്ഷിയല്ല എന്ന തോന്നലാണ് പ്രസരിപ്പിക്കപ്പെട്ടിരുന്നത്. അതിൻ്റെ വസ്തുതകളൊക്കെ മറ്റ് വിഷയങ്ങളാണ്. പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഇവർ കൊല്ലപ്പെടുന്നു. ചെറുപ്പക്കാരായുള്ള ആളുകളാണ് കൊല്ലപ്പെടുന്നത്. 20-കളിൽ ഉള്ള കുട്ടികളാണ് കൊല്ലപ്പെടുന്നത്. ആ കാര്യം വിഷയമാവുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ P. ജയരാജൻ ഞാൻ തന്നെയും അക്രമ രാഷ്ട്രീയത്തിന് ഇരയാണ് എന്നതാണ് അവിടെ അദ്ദേഹം അത് പറയുന്നത്. അത് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരുന്നൊരു സാഹചര്യമുണ്ടോ മറ്റ് പല ഘടകങ്ങൾ കൂടെ പരിഗണിച്ചാൽ? രണ്ടാമത്തേത്, കാസർഗോഡ് പക്ഷേ വളരെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ് ഈ സർവേ ഫലങ്ങൾ കാണിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതാകുമോ? ഈ കാസർഗോഡ് സർവേ ഫലങ്ങൾ സംബന്ധിച്ച് മറ്റൊരു വാദം കൂടിയുണ്ട്. അതായത് ഈ സർവേ നടത്താൻ പോകുന്നവർ കാസർഗോഡ് മണ്ഡലം എന്ന് പറയുമ്പോൾ എവിടെയാണ് ചെല്ലുക? അവരൊന്നിൽ കാസർഗോഡ് ചെല്ലുമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്ത് മഞ്ചേശ്വരത്ത് ചെല്ലുമായിരിക്കും. ഇവിടെ രണ്ടിടത്തും UDFന് ശക്തമായ അടിത്തറയും വേരോട്ടവും ഉള്ള സ്ഥലങ്ങളാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് കണ്ണൂർ ജില്ലയിലേക്ക് കിടക്കുന്ന മണ്ഡലങ്ങൾ വരെ കാസർഗോഡ് മണ്ഡലത്തിൻ്റെ സർവേ സാമ്പിൾസ് ശേഖരിക്കാൻ വേണ്ടി ഇവർ പോയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഏതായാലും നമ്മൾ UDFന് സാധ്യത എന്നുള്ള കാര്യത്തെ തള്ളിക്കളയാതെ കൊണ്ട് തന്നെ പറഞ്ഞാൽ അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പോൾ പല അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലുള്ള സുഹൃത്തുക്കളൊക്കെ ചോദിക്കും, നിങ്ങളുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ? കേരളം എല്ലാ കാര്യത്തിലും പുരോഗമനം ഉള്ള നാടാണെന്ന് പറഞ്ഞു, പക്ഷേ ഇങ്ങനെ കൊലപാതക രാഷ്ട്രീയം എന്തിനാണ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്ന് ചോദിക്കുമ്പോൾ അത് BJPയും RSSും ഒരു ഭാഗത്തും CPM മറ്റൊരു ഭാഗത്തും നടക്കുമ്പോൾ ഏതാണ്ട് തുല്യമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം നടക്കുന്നുണ്ട്. നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. പക്ഷേ കോൺഗ്രസ്, സനീഷ് പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിനെ ഈ കാര്യത്തിൽ മറുവശത്ത് നിൽക്കുന്നു. കോൺഗ്രസിന്റെ 2 പ്രവർത്തകർ കൊല്ലപ്പെടുന്നു. ഒരു തരത്തിലും ന്യായീകരണമില്ലാത്ത, CPMന് രാഷ്ട്രീയമായി പോലും പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള 2 കൊലപാതകങ്ങളാണ് ഉണ്ടായത്. അത് വൈകാരികമായി ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് മാറിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും വോട്ടിനെ സ്വാധീനിക്കും. അത് കാസർഗോഡ് എത്രത്തോളം ആ പേരിയ ഭാഗത്തു നിന്നും മാറി ഏതൊക്കെ മേഖലയിലേക്ക് വോട്ടിനെ എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. പിന്നെ P. ജയരാജന്റെ പ്രശ്നം. P. ജയരാജൻ അതുപോലെ തന്നെ രാഷ്ട്രീയമായി CPM പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്.
പി ജയരാജൻ തന്നെ ഇത്തരത്തിലൊരു അക്രമ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണത്തിന്റെ ഇരയാണ് എന്നുള്ളത് അത് കുറെയൊക്കെ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു പ്രതിരോധം എന്നുള്ളത് എതിരെ ഒരു ആക്രമണം വരുമ്പോൾ അത് താൻ ഇരയാക്കപ്പെട്ട ആളാണ് എന്നുള്ള ഒരു പ്രതിരോധം പി ജയരാജന് സമർത്ഥമായി മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രചാരണ പരിപാടികളിലൂടെ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു പ്രശ്നം സജീവമായി ആ മണ്ഡലത്തിലുണ്ട്. അതാണ് അതൊരു സജീവമായിട്ടുള്ള പ്രശ്നമാണ് ആ മണ്ഡലത്തിൽ. മാത്രമല്ല പുറത്തുള്ള പ്രചാരണ വിഷയങ്ങളുടെ ഭാഗമായിട്ട് ഈ അക്രമ രാഷ്ട്രീയം എന്നൊരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് രാജ്യത്തിനകത്ത് എന്ന് വെച്ചാൽ ഈ പറയുന്ന കേരളത്തിന് പുറത്തു പോലും അതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന സർവേ ഫലങ്ങളെ അല്ലെങ്കിൽ 3 മുന്നണികളിലെയും ആളുകൾ വല്ലാത്ത തോതിൽ വിശ്വസിക്കുന്നൊന്നുമില്ല എങ്കിൽ തന്നെയും പക്ഷേ കാസർഗോഡ് വളരെ കൃത്യമായിട്ട് LDF ഉറപ്പിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ സർവേ ഫലങ്ങൾ ആവർത്തിച്ചെന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തിരിഞ്ഞ വിധി കാണിക്കുന്നത്, ഫലം കാണിക്കുന്നത് എന്ന ആലോചനകളിൽ മുഴുകുന്ന ആളുകൾക്ക് ഈ ഒരു വിഷയം കൂടെ പ്രധാനപ്പെട്ടതായി വരും. സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുമ്പോൾ ഇതുകൂടെ മനസ്സിലുണ്ടാകാനാണ് സാധ്യതയുള്ളത്.